ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങാണ് ഞാനിത് കട്ട് ചെയ്ത് ഒരു കുക്കറിൽ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഉടച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ മാവെല്ലാം ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ഓയിലാക്കിയ ശേഷം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ഫ്രൈ പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം അത് നന്നായി ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.